പക്ഷേ നമ്മളെ മസ്കബന് റാനി ചായ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ എവിടെയും ഇല്ലല്ലോ, ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ല, ഇവിടെ അടുത്തൊന്നും ഇല്ല. അപ്പം നീ ഇപ്പം ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇവിടേക്ക് ഞാൻ ഫസ്റ്റ് ഒരു അച്ചാറിൻ്റെ ബിസിനസ് ആയിട്ട് വന്നതാണ്. ഒരു മത്തീൻ്റെ അച്ചാറ്, നാടൻ അച്ചാറ് മത്തി വെച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ മത്തിയുണ്ട്, വെളുത്തുള്ളി, മാങ്ങ, നെല്ലിക്ക, പപ്പായ, അങ്ങനെ കുറച്ച് വെറൈറ്റി അച്ചാറുകളുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ മസ്കാബണ്ണുണ്ട്. മസ്കാബണ്ണിൻ്റെ വെറൈറ്റി ആയിട്ട് സ്ട്രോബെറി, പിസ്താഷു, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഉള്ളത്. എങ്ങനെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്? ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ്? മസ്കാബണ്ണ് വരുന്നത് 30 വരുന്നത്, സ്ട്രോബെറി വരുന്നത് 30 വരുന്നത്, പിന്നെ പിസ്താഷു 50. ഇറാനി ചായ ഉണ്ട്, അതിന് 20. ഇറാനി ചായ 20. അപ്പോൾ എണ്ണക്കടിയൊക്കെ ഒഴിവാക്കിയിട്ട് ചിലർക്ക് കഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടറാണ് കാര്യങ്ങൾ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ? വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ. പിന്നെ ഇത് വൈഫാണല്ലേ? അത് വൈഫാണ് ഉണ്ടാക്കുന്നത്? വൈഫാണ് ഫുള്ള് പ്രിപ്പറേഷൻ. അതെ. പേരെന്തായിരുന്നു? സ്നേഹ. എല്ലാവരും വന്നിട്ട് കഴിക്കുക. അത്താണിക്കലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ അത് പറയാതിൽ. പിന്നെ നീ ആദ്യം ബസ്സിലൊക്കെ പോയിരുന്നല്ലോ അല്ലേ? ബസ്സിൽ പോയിരുന്നു. പിന്നെ ഒരു ദോസ്തിൽ ഡ്രൈവറായിട്ട് പോയിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി പ്രസ്സിലാണ് ഒരു 9 മാസമായിട്ട്. അപ്പോൾ ഇതിലേക്കാണ് തിരിഞ്ഞു. ഏതായാലും ബിസിനസ്സൊക്കെ ഉഷാറാവട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം.